ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പച്ചക്കറി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വെണ്ടക്ക കറിയാണ് കേട്ടോ. അപ്പോൾ വെണ്ടക്ക കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വെണ്ടക്ക കറി ഉണ്ടാക്കാനായി ഞാനിവിടെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി, പിന്നെ അധികം മൂപ്പാവാത്ത വെണ്ടക്ക, പിന്നെ കുറച്ച് തേങ്ങ, അരവിനായിട്ടുള്ള കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതിനായി ഞാനിതവിടെ ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട്. ഗ്യാസ് ഓണാക്കി അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ശേഷം പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് ചേർക്കാനുള്ളതാണ്, അപ്പോൾ അതിൻ്റെ ഉപ്പ് കൂടെ കണ്ട് വേണം ഇതിലിടാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ വാടി കിട്ടാനായിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെണ്ടക്ക അതാ പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഈ മസാല വെണ്ടക്കയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയും ഒഴിക്കണം, തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ഈ തേങ്ങാപ്പാലിലൊന്ന് കിടന്ന് വേവണം കേട്ടോ. അപ്പോൾ പകുതി വേവലായിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കി പകുതി വേവ് ഈ തേങ്ങാപ്പാലിലൊന്ന് കിടന്ന് വേവണം. അപ്പോൾ വെണ്ടക്കയുടെ വേവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ ഒന്ന് ഇളക്കിയിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് അത് ഓഫാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടക്ക കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.